ഹായ് ഹലോ, ഇന്നൊരു മീൻകറി ആയാലോ? കുടംപുളി ഇട്ട് വെക്കുന്ന മീൻകറി അന്ന് ഞാൻ കാണിച്ചില്ലേ? ഇത് ഞാൻ വാളംപുളി ഇട്ട് വെക്കുന്ന മീൻകറിയാണ് കേട്ടോ. വാളംപുളി ഒഴിച്ച് തക്കാളിയും കൂടി ഇട്ടിട്ടുള്ള ഒരു വേറൊരു ടൈപ്പാണേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയുള്ളി ആവശ്യമുള്ളവർക്ക് ചെറിയുള്ളി എടുക്കാം. എനിക്ക് ഈ കറിയിൽ സവോള ഇടണതാണ് ഇഷ്ടം. അപ്പോൾ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള തക്കാളി ചേർക്കുക. ഞാൻ തക്കാളി കുറച്ച് അധികം ചേർക്കും. കറിക്കൊരു കൊഴുപ്പും കിട്ടും. പിന്നെ ആ ടേസ്റ്റ്, തക്കാളീൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. ഈ കറിയിൽ പുളി ഒഴിച്ച് വെക്കുമ്പോൾ തക്കാളീൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അധികം തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായി വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊടിയായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ആവശ്യത്തിന് എടുക്കാം. ഞാൻ കാശ്മീരി രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് നന്നായി ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വാളംപുളി പിഴിഞ്ഞൊഴിക്കുക. പിന്നെ വാളംപുളി പിഴിഞ്ഞൊഴിക്കുമ്പോൾ നമ്മൾ തക്കാളിക്ക് പുളി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതനുസരിച്ചുള്ള പുളി നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, ഉപ്പിടാം. എന്നിട്ട് നമ്മൾ കഴുകി നന്നാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉലുവാപ്പൊടി, വറുത്ത് പൊടിച്ച് വെച്ച ഉലുവാപ്പൊടി ഇടുക. ഉലുവാപ്പൊടി ഇട്ടാലാണ് മീൻ കറിക്ക് ആ മണം വരിക എന്നാണ് കേട്ടോ എൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഉലുവാപ്പൊടി ഇങ്ങനെയാണ് ഞാൻ വാളംപുളി വെച്ചിട്ട് മീൻ കറി വെക്കുന്നത് കേട്ടോ. വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ